ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. തുടർച്ചയായ മൂന്നാം വട്ടവും ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്തെ മദ്യനയവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നിയമ നടപടി സ്വീകരിക്കുന്നതിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഓണത്തിനു മുൻപ് സംസ്ഥാനത്ത് 1000 കേസ് സ്റ്റോറുകൾ പ്രവർത്തന സജ്ജമാകുമെന്ന് മന്ത്രി GR അനിൽ. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ദക്ഷിണാഫ്രിക്ക ബംഗ്ലാദേശ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പുതിയ കേന്ദ്രമന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് പിന്നാലെ ഇന്ന് ആദ്യ മന്ത്രിസഭായോഗം ചേർന്നേക്കും. വൈകുന്നേരത്തോടെയാണ് യോഗം നടക്കാൻ സാധ്യത. അതേസമയം മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി ഇന്ന് ഓഫീസിലെത്തി ചുമതലയേറ്റു. PM കിസാൻ നിധിയുമായി ബന്ധപ്പെട്ട ഫയലിലാണ് പ്രധാനമന്ത്രി ആദ്യമായി ഒപ്പുവച്ചത്. കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും 71 മന്ത്രിമാരുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി, ജോർജ് കുര്യൻ എന്നിവരും കേന്ദ്ര സഹമന്ത്രിമാരായി ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തു. മന്ത്രിമാരിൽ 30 പേർ ക്യാബിനറ്റ് പദവിയുള്ളവരും 5 പേർ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരുമാണ്. ഘടകകക്ഷികളിൽ നിന്നുള്ള 11 പേരാണ് മന്ത്രിസഭയിൽ അംഗമായത്. 7 വനിതാ മന്ത്രിമാരിൽ നിർമ്മല സീതാരാമനും അന്നപൂർണ ദേവിയും ക്യാബിനറ്റ് പദവിയിലുള്ള മന്ത്രിമാരാണ്. സത്യപ്രതിജ്ഞയ്ക്ക് ആശംസകൾ അറിയിച്ച ലോക നേതാക്കൾക്കും വ്യവസായ പ്രമുഖർക്കും പ്രധാനമന്ത്രി നന്ദി രേഖപ്പെടുത്തി. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തിന് തുടക്കമായി. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധനാഭ്യർത്ഥനകൾ വിശദമായി ചർച്ച ചെയ്ത് പാസാക്കുന്നതിനാണ് പ്രധാനമായും സമ്മേളനം ചേരുന്നത്. മദ്യനയവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ബഹളം തുടരുകയാണ്. സംസ്ഥാനത്തെ മദ്യനയം അട്ടിമറിച്ച സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്നും റോജി M. ജോണാണ് അടിയന്തര പ്രമേയ അവതരണത്തിന് നോട്ടീസ് നൽകിയത്. സംസ്ഥാനത്ത് പുതിയ മദ്യനയം ഇതുവരെ ആവിഷ്കരിച്ചിട്ടില്ലെന്ന് മന്ത്രി MP രാജേഷ് മറുപടിയായി പറഞ്ഞു. പ്രാഥമിക ചർച്ച പോലും നടത്തിയിട്ടില്ലാത്ത വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നിയമ നടപടി സ്വീകരിക്കുന്നതിൽ സർക്കാരിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. CBI അന്വേഷണം ആവശ്യപ്പെട്ട അന്ന് തന്നെ അന്വേഷണത്തിനുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയതായും മുഖ്യമന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. സിദ്ധാർത്ഥന്റെ മാതാവ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് അപേക്ഷ സമർപ്പിച്ചു. പ്രസ്തുത അപേക്ഷ ലഭിച്ച അന്നേ ദിവസം തന്നെ സർക്കാർ ഉത്തരവ് പ്രകാരം CBIക്ക് നൽകി വിജ്ഞാപനം പുറപ്പെടുവിക്കുകയുണ്ടായി. അതനുസരിച്ച് CBI കേസേറ്റെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. വളരെ കാര്യക്ഷമവും സുതാര്യവുമായ അന്വേഷണ നടപടികളാണ് പോലീസും സർക്കാരും സ്വീകരിച്ചത്. അന്വേഷണം വൈകിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഒന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിൽ ചില ഉദ്യോഗസ്ഥർക്ക് ജാഗ്രത കുറവുണ്ടായി എന്ന് കണ്ടതിനാൽ ആഭ്യന്തര വകുപ്പിലെ 3 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. സസ്പെൻഡ് ചെയ്യപ്പെട്ടവർ നൽകിയ വിശദീകരണം പരിശോധിച്ച ശേഷം സർവീസിൽ തിരികെ പ്രവേശിപ്പിച്ചിരുന്നു. ഓണത്തിനു മുൻപ് സംസ്ഥാനത്ത് 1000 കേസ് സ്റ്റോറുകൾ പ്രവർത്തന സജ്ജമാകുമെന്ന് മന്ത്രി GR അനിൽ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലവിൽ സംസ്ഥാനത്ത് 488 റേഷൻ കടകളാണ് കേസ് സ്റ്റോറുകളായി പ്രവർത്തിച്ചു വരുന്നത്. ഏപ്രിൽ 30 വരെ 4,26 ലക്ഷം രൂപയുടെ വിൽപ്പന കേസ് സ്റ്റോറുകളിൽ നടന്നിട്ടുണ്ടെന്നും മന്ത്രി GR അനിൽ സഭയെ അറിയിച്ചു. സംസ്ഥാനത്ത് മുൻഗണനാ കാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയെന്ന് മന്ത്രി GR അനിൽ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിലാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വിവിധ വിഭാഗങ്ങളിലായി 4,51,409 പേർക്ക് പുതുതായി റേഷൻ കാർഡ് നൽകിയെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരണം ഘട്ടം ഘട്ടമായി നടപ്പാക്കി വരികയാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആരോഗ്യവകുപ്പിൽ ആകെ 9,733 ഡോക്ടർമാർ നിലവിൽ സേവനമനുഷ്ഠിക്കുന്നതായി മന്ത്രി വ്യക്തമാക്കി. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തിൽ സരസ്വതി സമ്മാനം നേടിയ കവി പ്രഭാവർമ്മയെ അനുമോദിച്ചു.
ശ്രീ പ്രഭാവർമ്മയുടെ രൗദ്രസ്വാത്വികം എന്ന കൃതിക്ക് ലഭിച്ച അംഗീകാരത്തിലൂടെ നാടും ഭാഷയും ആദരിക്കപ്പെട്ടതായി സഭ വിലയിരുത്തി. ജമ്മുകാശ്മീരിലെ റെയ്സി ജില്ലയിൽ തീർത്ഥാടകർ സഞ്ചരിച്ച ബസിന് നേരെയുണ്ടായ ഭീകര ആക്രമണത്തെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 10 വെടിവയ്പ്പിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാസേന പ്രദേശത്ത് ഭീകരർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കി. ശിവഘോരിയിലെ ഗുഹാക്ഷേത്രം സന്ദർശിച്ച് മടങ്ങിയ തീർത്ഥാടകരുടെ ബസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. സംഭവത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് എന്നിവർ അപലപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndia Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. LDF സംസ്ഥാന സമിതി യോഗം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം AKG സെന്ററിൽ ചേരും. ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റുകളിൽ മുന്നണി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനാണ് യോഗം ചേരുന്നത്. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് CPI, കേരള കോൺഗ്രസ് എം എന്നിവരുമായി ചർച്ച നടത്തും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഈ മാസം 12-ന് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെത്തുമെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ AP അനിൽകുമാർ MLA അറിയിച്ചു. UDF നേതാക്കളുമായി ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് നന്ദി പര്യടന തീയതി സംബന്ധിച്ച് തീരുമാനമായത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടത് വലതു മുന്നണികളുടെ വോട്ട് ബാങ്കിൽ വൻ ചോർച്ചയുണ്ടായതായി BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുമുന്നണിയുടെ അടിത്തറ ഇളകിയതായും K. സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. കേരളത്തിന് 2 കേന്ദ്രമന്ത്രി പദം ലഭിച്ചത് സംസ്ഥാനത്തിന് ഏറെ സഹായകരമാകുമെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. സിക്കിം മുഖ്യമന്ത്രിയായി പ്രേം സിംഗ് തമാങ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഗാംഗ്ടോക്കിലെ പാൽജോർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 4-നാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മുഖ്യമന്ത്രിയോടൊപ്പം മറ്റു മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കും. ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഇത് 2ാം തവണയാണ് ശ്രീ തമാങ് മുഖ്യമന്ത്രിയാകുന്നത്. കേരളത്തിൽ അടുത്ത 4 ദിവസം ശക്തമായ കാറ്റിനും വ്യാപക മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോട്ടയത്ത് മഴയുടെ തോത് കുറഞ്ഞ സാഹചര്യത്തിൽ ഖനന പ്രവൃത്തികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിരോധനം നിലവിൽ പിൻവലിച്ചതായി ജില്ലാ കലക്ടർ അറിയിച്ചു. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ദക്ഷിണാഫ്രിക്ക ബംഗ്ലാദേശിനെ നേരിടും. രാത്രി 8 മണിക്ക് ന്യൂയോർക്കിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ 6 റൺസിന് പരാജയപ്പെടുത്തിയിരുന്നു. ശിശുക്ഷേമ സമിതിയിലെ കുട്ടികൾക്ക് സാധനങ്ങൾ നൽകാൻ താൽപര്യമുള്ളവർക്കായി വെബ്സൈറ്റ് തയ്യാറാകുന്നു. ലോകത്തിന്റെ ഏത് കോണിലിരുന്നും സംസ്ഥാന ശിശുക്ഷേമ സമിതിയിലേക്ക് ഇതിലൂടെ സഹായമെത്തിക്കാം. സമിതിയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ www.ivtestshop.donate എന്ന വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് ഷോപ്പിംഗ് സെന്ററുകൾ പോലെ സാധനങ്ങൾ സെലക്ട് ചെയ്ത് സംഭാവനകൾ നൽകാൻ കഴിയുന്ന രീതിയിലാണ് വെബ്സൈറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ സമിതിയിലെത്തുമ്പോഴും അറിയിപ്പും ലഭിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. റെക്കോർഡ് നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചെങ്കിലും ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 32 പോയിന്റ് നഷ്ടത്തിൽ 76,699-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 32 പോയിന്റ് നേട്ടത്തിൽ 23,323-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവിലയിൽ തുടർച്ചയായ 3-ാം ദിവസവും മാറ്റമില്ല. പവന് 52,560 രൂപയും ഗ്രാമിന് 6,570 രൂപയുമാണ് ഇന്നത്തെ വില. കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണം വരും ദിവസങ്ങളിൽ നടക്കും. 85 സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണം നാളെ നടത്തും. നിർദ്ദിഷ്ട തീരദേശ ഹൈവേയുടെ സാമൂഹ്യാഘാത പഠനത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ തെളിവെടുപ്പ് ആരംഭിച്ചു. മുഴപ്പിലങ്ങാട്, ധർമ്മടം പഞ്ചായത്തുകളിലുള്ളവർക്ക് വേണ്ടി രാവിലെ മുഴപ്പിലങ്ങാട് കമ്മ്യൂണിറ്റി ഹാളിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. തുടർച്ചയായ 3-ാം വട്ടവും ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്തെ മദ്യനയവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നിയമ നടപടി സ്വീകരിക്കുന്നതിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഓണത്തിന് മുൻപ് സംസ്ഥാനത്ത് 1000 കേസ് സ്റ്റോറുകൾ പ്രവർത്തനസജ്ജമാകുമെന്ന് മന്ത്രി GR അനിൽ. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ദക്ഷിണാഫ്രിക്ക ബംഗ്ലാദേശ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.